ഹലോ കൂട്ടുകാരെ, ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് പ്രയോറിറ്റി കിട്ടുന്ന അലോട്ട്മെന്റ് പ്രോസസ്. CBSE ICSE കുട്ടികൾക്ക് 5% വെയിറ്റേജ് നൽകുന്ന സിസ്റ്റം. പല കോളേജുകളിലും ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റീസിന് വ്യക്തമായ റിസർവേഷനും വ്യക്തമായ പ്രാതിനിധ്യവും നൽകുന്ന, ചില കോളേജുകൾ ലേഡീസിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഏകദേശം ടോട്ടൽ സീറ്റിന്റെ 15%-ലേറെ NRIസിന് നൽകുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അഡ്മിഷൻ സിസ്റ്റമാണ് PNC MAC. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്ന PNC MACനെ പറ്റിയാണ്. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള, PNC-MAK. നമ്മൾ ഷോർട്ടായിട്ട് PNC MAC എന്ന് പറയും. ഈ PNC MACനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ PNC MACന്റെ 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് ജൂൺ മാസം 9-ാം തീയതിയാണ്. ജൂലൈ മാസം 15-ാം തീയതി വരെയാണ് ഇപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിന്, അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള നഴ്സിംഗ് പ്രോസസ്സിന്റെ നമുക്കറിയാം, ഏകദേശം ഉള്ള സീറ്റിൽ ഒരു കോളേജിലുള്ള മുഴുവൻ സീറ്റിന്റെ പകുതി 50% അത് നൽകുന്നത് LBS ത്രൂ ആണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ത്രൂ, അതായത് LBS സെന്റർ ത്രൂ ആണ് ഈ ഒരു അലോട്ട്മെന്റിന് 50% സീറ്റുകൾ നൽകുന്നത്. ബാക്കി 50% സീറ്റുകൾ അത് മാനേജ്മെന്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. ഈ ബാക്കി 50% സീറ്റ്. അപ്പൊ ഈ മാനേജ്മെന്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന ബാക്കി 50% സീറ്റിലേക്ക് ആ സീറ്റ് എങ്ങനെ നൽകണം, അത് കൃത്യമായിട്ട് നൽകുന്നതിന് 49 പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റുകൾ ചേർന്ന് അവരുടെ ഒരു സെൻട്രലൈസ്ഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. ആ സെൻട്രലൈസ്ഡ് പ്രോസസ്സ് അവർ അസോസിയേഷനാക്കി PNC-MAK അല്ലെങ്കിൽ PNC MAC. ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് മുഖേനയാണ് LBS ത്രൂ അല്ലാതെ ബാക്കി വരുന്ന 50% നഴ്സിംഗ് സീറ്റുകൾ കേരളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ PNC MAC ത്രൂ ഇപ്പൊ LBSന്റെ അത്രയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ PNC MACൽ വരുന്നില്ല. കാരണം ഏറ്റവും കൂടിയ മാർക്കുള്ളതും അങ്ങനെ ഉള്ളവർ ഭൂരിപക്ഷവും LBSലേക്ക് പോകുന്നു. ബാക്കി അടുത്തൊരു റേഞ്ച് കുട്ടികളാണ് PNC MACലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PNC MACൽ അത്ര ഒരു കോമ്പറ്റീഷൻ LBSനെ വെച്ച് നോക്കുമ്പോഴില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റാങ്കുകൾ അല്ലെങ്കിൽ അലോട്ട്മെന്റുകൾ, അഡ്മിഷൻസ് സെക്യൂർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് PNC MACൽ. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. PNC MACനെ പറ്റിയുള്ള end-to-end ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് PNC MAC? PNC MACൽ എത്ര കോളേജുകളുണ്ട്? ആർക്കൊക്കെ PNC MACൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? അതിന്റെ മിനിമം എലിജിബിലിറ്റി എങ്ങനെയാണ്? ഇതിന്റെ അഡ്മിഷൻ ഡേറ്റ്സ് എങ്ങനെയാണ്? അഡ്മിഷൻ ഫീസ് എങ്ങനെയാണ്? ആർക്കൊക്കെയാണ് PNC MACൽ റിസർവേഷൻ ഉള്ളത്? PNC MACന്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിന്റെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് PNC MACന്റെ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എത്ര കോളേജുകൾ PNC MACന്റെ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി PNC MACന്റെ ഈ 49 കോളേജുകൾ 14 ജില്ലകളിലായിട്ടാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ജില്ലയിലും എത്ര കോളേജുകൾ വീതമാണുള്ളത്? ഇതിൽ തന്നെ പല കോളേജുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ചില കോളേജുകൾ ലേഡീസിന് പ്രാതിനിധ്യം നൽകുന്ന കോളേജാണ്, ചില കോളേജുകൾ ലേഡീസ് ഒള്ളിയാണ്, ചില കോളേജുകൾ ക്രിസ്ത്യൻസിന് പ്രയോറിറ്റി നൽകുന്നതാണ്, ചില കോളേജുകൾ മുസ്ലിം മൈനോറിറ്റീസിന് പ്രയോറിറ്റി നൽകുന്ന കോളേജുകളാണ്. ഈ കോളേജുകൾ ഏതൊക്കെയാണ്? എങ്ങനെ PNC MACൽ നമുക്ക് അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് പറ്റും? PNC MACൽ മുൻ വർഷങ്ങളിലെ ലിസ്റ്റിൽ എത്ര മാർക്ക് വീതമാണ് ലാസ്റ്റ് അലോട്ട്മെന്റിൽ പോയിരുന്നത്? ഈ വർഷത്തെ പ്രഡിക്ഷൻ എങ്ങനെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താണ് PNC MAC? പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള. അതായത് കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ്സിന്റെ കീഴിൽ വരുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് AMCS FNCK. ഈ അസോസിയേഷന്റെ ഉള്ളിൽ വരുന്നതല്ലാതെ മറ്റ് പ്രൈവറ്റ് കോളേജുകൾ ചേരുന്ന ഒരു അസോസിയേഷനാണ് PNC MAC എന്ന് പറയുന്നത്. ഈ PNC MACന്റെ അണ്ടറിൽ നിലവിൽ 49 കോളേജുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് PNC MACന്റെ ഒരു ടൈ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കുറുക്ക് വഴി. അതുകൊണ്ട് തന്നെ ആദ്യം അപ്ലൈ ചെയ്യുക. മുൻ വർഷങ്ങളിൽ, അതായത് കഴിഞ്ഞ വർഷം, മുൻ വർഷങ്ങളിൽ ഒരുപാട് പറയുന്നില്ല, കഴിഞ്ഞ വർഷം 411 മാർക്ക്, അതായത് 460-ൽ 411 മാർക്കായിരുന്നു PNC MACലെ ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് കിട്ടിയ, അല്ലെ സെലക്ഷൻ കിട്ടിയ, അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്ന 411 കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടും. എന്താണെങ്കിലും ഈ വർഷം നമ്മളൊരു 420 റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വർഷത്തെ ഒരു ഇൻഡെക്സ് മാർക്കിന്റെ ആ ഒരു റേഞ്ച് ഒരു 420-25 റേഞ്ചിലുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് PNC MACലോട് അഡ്മിഷൻ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പം മൈനോറിറ്റീസിലുള്ളവർ മൈനോറിറ്റി കോളേജുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് ആകെ 10 കോളേജുകൾ മാത്രമേ ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ അത് പറയുകയാണ്, 10 കോളേജുകളെ പറ്റുകയുള്ളൂ. ആ 10 കോളേജുകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കി, നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് പ്രയോറിറ്റി കിട്ടുന്ന, ഇപ്പോൾ CBSE ആണ്, CBSE കുട്ടികൾക്ക് പ്രയോറിറ്റി കിട്ടുന്ന ആ ഒരു കോളേജ് എടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ഇൻ കേസ് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഡെസ്പറേറ്റ് ആകേണ്ട, NRI ഓപ്ഷൻ നോക്കുക. എന്നിട്ട് മാത്രം കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലേക്ക്
പോകുക. ജൂലൈ മാസം 15-ാം തീയതിയാണ് ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ജൂലൈ മാസം 15-ാം തീയതി ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞാൽ 17-ാം തീയതി നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡേറ്റ വെച്ചിട്ടുള്ള മാർക്ക് വെച്ചിട്ടുള്ള ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കറക്ഷന് വേണ്ടി അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഒരു കറക്ഷൻ വിൻഡോ നൽകുന്നുണ്ട്. 25-ാം തീയതി വരെ ഒരു കറക്ഷൻ വിൻഡോ നൽകുന്നുണ്ട്. ആ ഒരു കറക്ഷൻ വിൻഡോയിൽ നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്ന മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് കറക്ഷൻ നൽകാനായിട്ട് ഒരു ഡേറ്റ് അവർ നൽകിയിട്ടുണ്ട്. അങ്ങനെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് 31-ാം തീയതി നൽകുന്നതായിരിക്കും. ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിൽ അലോട്ട്മെന്റുകൾ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും എല്ലാം വന്ന് ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ അലോട്ട്മെന്റുകൾ നടക്കും. ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ അലോട്ട്മെന്റുകൾ തുടങ്ങി. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്, മാക്സിമം നേരത്തെ ക്ലാസ്സുകൾ തുടങ്ങണം. അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് സുപ്രീം കോടതി ഡയറക്ഷൻ ഉള്ളത്. ഒരു ഫസ്റ്റ് ഇയർ നഴ്സിംഗ് കോളേജ് സ്റ്റാർട്ട് ആകണം, അല്ലെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പരമാവധി സെപ്റ്റംബർ അവസാനത്തോടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ക്രമീകരണങ്ങൾ നടക്കുന്നത്. PNC മാക്കിന്റെ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരുന്ന ജൂലൈ മാസം 15-ാം തീയതി വരെയാണ്. ജൂൺ 9-ാം തീയതി മുതൽ ജൂലൈ 15-ാം തീയതി വരെയാണ് PNC മാക്കിന്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരുന്നത്. ഈ PNC മാക്കിന്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ PNC മാക്കിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്ത് തീർക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ആയി വരികയാണ്. ഒരേ മാർക്കുള്ള 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരേ ഇൻഡെക്സ് മാർക്കുള്ള 2 കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രയോറിറ്റി നൽകുന്നത് LBSലൊക്കെ ഏജ് ഉണ്ട്, മറ്റു ഓരോ സബ്ജക്റ്റുകളുടെ മാർക്ക് എടുത്ത് ഒക്കെയാണ് പ്രയോറിറ്റി നൽകുന്നത്. പക്ഷേ PNC മാക്കിൽ അതിൽ പ്രയോറിറ്റി നൽകുന്നത് ആര് ആദ്യം അപ്ലൈ ചെയ്തു എന്നതിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് വ്യക്തമായ പ്രയോറിറ്റി നൽകുന്ന ഒരു ടൈ വന്നാൽ ആ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ആദ്യം അപ്ലൈ ചെയ്യുന്നവരെ കൺസിഡർ ചെയ്ത് അവർക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകുന്ന രീതിയിലാണ് PNC മാക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം PNC മാക്കിൽ അപ്ലൈ ചെയ്തു, അപ്പോൾ PNC മാക്കിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. PNC മാക്കിനെ കൺസിഡർ ചെയ്യുന്ന കുട്ടികളെ PNC മാക്കും കൺസിഡർ ചെയ്യുന്നു. PNC മാക്കിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്? PNC മാക്കിന് എല്ലാ കാറ്റഗറിയിലും ഉള്ളവർക്കും 1200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് PNC മാക്ക് പറയുന്നത്. ഇവിടെ SC/ST കാറ്റഗറിക്കോ അല്ലെങ്കിൽ NRIസിനോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ CPASലേക്ക് പോയി കഴിഞ്ഞാൽ NRIസിന് അഡീഷണൽ ആയിട്ടുള്ള ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ SC/ST കാറ്റഗറിക്ക് ഫീസ് കുറവാണ് ആപ്ലിക്കേഷൻ ഫീസ്. പക്ഷേ ഇവിടെ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും 1200 രൂപ വീതമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് PNC മാക്ക് വെച്ചിരിക്കുന്നത്. ഇനി PNC മാക്കിന്റെ BSc നഴ്സിംഗ് കോഴ്സിന്റെ ഫീസ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കാണാം. PNC മാക്കിന്റെ ഫീസ് ആയിട്ട് വരുന്നത് ട്യൂഷൻ ഫീസ് 80,328 രൂപയും സ്പെഷ്യൽ ഫീസ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ 23,980 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപയുമാണ് PNC മാക്കിന്റെ ഫസ്റ്റ് ഇയർ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി ഇത് ഫസ്റ്റ് ഇയറിലെ മാത്രം ഫീസാണ്. ഫസ്റ്റ് ഇയറിൽ ഈ ഒരു ഫീസ് കൂട്ടി വരുമ്പോൾ ഏകദേശം 1,14,000 രൂപയാണ് PNC മാക്കിന്റെ ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കോഷൻ ഡെപ്പോസിറ്റ് ഇല്ല. ഈ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 23,980 എന്നുള്ളത് 21,230 രൂപയായിട്ട് മാറുകയാണ്. അപ്പോൾ ഏകദേശം 1,01,580 രൂപ അടുത്ത് ഈ ഒരു PNC മാക്കിന്റെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ ഫീസ് വരുന്നുണ്ട്. ഇത് നോർമൽ PNC മാക്കിന്റെ മാനേജ്മെന്റ് സീറ്റിലെ ഫീസാണ്. ഇനി PNC മാക്കിന്റെ NRI കോട്ടയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ PNC മാക്കിന്റെ NRI കോട്ടയിൽ നമ്മുടെ NRI കോട്ടയ്ക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ, NRI കോട്ടയുടെ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഇൻഫർമേഷൻസ് അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഈ PNC മാക്കിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും NRI കോട്ടയിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 25,000 രൂപയുടെ വ്യത്യാസമാണ്. ഒരു വർഷം 25,000 രൂപ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് അവർ ഈടാക്കുന്നുണ്ട്. പക്ഷേ NRI കോട്ടയിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ അതിന്റെ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു 75% വരെ മാർക്ക് ഉള്ളവർക്ക് NRI കോട്ടയിലൂടെ അഡ്മിഷൻസ് സെക്യൂർ ചെയ്യാനായിട്ട് അവസരങ്ങളുള്ളതാണ്. PNC മാക്കിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ആണ്. ഈ വർഷം അതായത് ഡിസംബർ മാസം 31-ാം തീയതി 2026 ഡിസംബർ മാസം 31-ാം തീയതി 17 വയസ്സ് പൂർത്തിയാകുന്ന ആളായിരിക്കണം എന്നതാണ് ഫസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. സെക്കൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12ാം ക്ലാസ് വിദ്യാഭ്യാസം, അത് നമ്മുടെ ഐദർ സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ CBSE ICSE അല്ലെങ്കിൽ അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷൻ 12th സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ കേരളം അംഗീകരിച്ചുള്ള സ്റ്റേറ്റ് ഓഫ് കേരള ഇവിടെ നടത്തുന്ന എക്സാംസ് അല്ലാതെ മറ്റേതെങ്കിലും എക്സാംസ് ആണ് എഴുതുന്നതെങ്കിൽ അതിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ PNC മാക്കിൽ അവർ അഡ്മിഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നതാണ്. പക്ഷേ ആ ഒരു കണ്ടീഷനിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ അക്കാഡമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കുകളുടെ അഗ്രിഗേറ്റ് ആയിട്ട് 50% മാർക്ക് PNC മാക്കിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണം. അതുകൂടാതെ തന്നെ +2 ഇംഗ്ലീഷിനും 50% മാർക്ക് PNC മാക്കിന് വേണം. PNC മാക്ക് അക്കാഡമിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനൊക്കെ ഒരു പ്രിഫർ നൽകുന്ന രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിന്റെ മാർക്ക്
ഈ ഒരു അലോട്ട്മെന്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന CBSE ICSE കുട്ടികൾക്ക് 5% വെയിറ്റേജ് കൂടുതൽ അവർ ഈ നോർമലൈസേഷന് ശേഷം, അതായത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോർമലൈസ് ചെയ്തതിന് ശേഷം ഈ PNC MACൽ അവർ 5% വെയിറ്റേജ് CBSE ICSE കുട്ടികൾക്ക് നൽകുന്നുണ്ട്. PNC MACന്റെ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ ആർക്കെങ്കിലും റിസർവേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. PNC MACന്റെ ഈ ഒരു പ്രോസസ്സിൽ ആസ് സച്ച് റിസർവേഷൻ ഒന്നും തന്നെ ഇല്ല. കാരണം ഉള്ള സീറ്റുകളുടെ 50% LBS ത്രൂ, ബാക്കി വരുന്ന 50% സീറ്റുകളാണ് നമ്മൾ LBS അല്ലാതെ ഈ ഒരു PNC MAC ത്രൂ നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ LBSന്റെ 50% സീറ്റുകൾ റിസർവേഷനും കാര്യങ്ങളും ഇൻക്ലൂഡ് ആയി പോകുന്നുണ്ട്. ബാക്കി വരുന്ന 50% സീറ്റുകളാണ് PNC MACിലൂടെ പോകുന്നത്. ഈ 50%-ൽ 15% NRI സീറ്റാണ്. ഈ NRIസിന് 15% റിസർവേഷൻ അവിടെ വരുന്നുണ്ട്. മറ്റ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ചില കോളേജുകളിൽ, ഇത് PNC MACന്റെ ഓവറോൾ ആണ് ഞാൻ പറഞ്ഞത്, ചില കോളേജുകളിൽ പർട്ടിക്കുലർ മൈനോറിറ്റീസിന്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണേഴ്സ് ആരോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നടത്തിപ്പുകാരോ അവർ പറയുന്ന ചില മൈനോറിറ്റീസിന് ചില കോളേജുകളിൽ പ്രയോറിറ്റി നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ ഓരോ കോളേജുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ കാണാം. അപ്പോൾ ഓരോ ജില്ലയിൽ ഇങ്ങനെ പ്രയോറിറ്റി ഉള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. PNC MACന്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. PNC MACൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടി അവർ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് മാർക്കുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ സ്റ്റേറ്റ് സിലബസിൽ 120 വരുന്നത്. ആ ഒരു മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 360 വരും. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് 100 ആ ഇംഗ്ലീഷിന് 100 കൂടുമ്പോൾ 460 മാർക്കാണ് സ്റ്റേറ്റ് സിലബസിൽ വരുന്നത്. ആ 460 മാർക്കിലാണ് PNC MACന്റെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് വരുന്നത്. ഇനി CBSEയിലാണെങ്കിൽ CBSE അവർ നോർമലൈസ് ചെയ്യും. CBSEയുടെ എക്സാംസ് എല്ലാം 100 ആ 100 നടക്കുന്ന CBSE എക്സാംസിന് 460 കൺവേർട്ട് ചെയ്ത് നോർമലൈസ് ചെയ്യും. ഇപ്പം ഇങ്ങനെ നോർമലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്, അതായത് CBSE സ്റ്റേറ്റ് ഈക്വലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ CBSE ICSE കുട്ടികൾക്ക് ഇവർ ഒരു 5% അഡീഷണൽ വെയിറ്റേജ് നൽകുന്നത്. ഇപ്പോൾ ഒരു പെർസെൻറ്റേജിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ ഒരു 90% കിട്ടിയിരിക്കുന്നു, CBSEയിലും 90% കിട്ടിയിരിക്കുന്നു. ഈ CBSEയിൽ കിട്ടിയ കുട്ടിക്ക് ഒരു 95% ഈ CBSE കുട്ടിയുടെ മാർക്കിനെ, അല്ലെങ്കിൽ ഒരു 94-95% ഒരു മാർക്കിലേക്ക് ഇത് കൺവേർട്ട് ആയ ഒരു അഡീഷണൽ വെയിറ്റേജ് PNC MACന്റെ പ്രോസസ്സിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് PNC MACൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിസിലായിരിക്കും, ഈ ഒരു പ്രോസസ്സിന്റെ ബേസിസിലായിരിക്കും PNC MACന്റെ റാങ്ക് ലിസ്റ്റുകൾ വരുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജുകളുണ്ട്. അപ്പോൾ കോളേജുകളിൽ ഏത് കോളേജിലേക്കാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടിയിരിക്കുന്നത് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ ഈ ഒരു PNC MACന്റെ വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഈ PNC MACൽ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ CAPയിലേക്കാണ് ഇത് പോകുന്നത്. അത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഏകജാലകം എന്നൊക്കെ പണ്ട് പറയും. അപ്പോൾ ഒരു ഏകജാലകം വഴി, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് വഴിയാണ്, ഒരു സിംഗിൾ വിൻഡോ പ്രോസസ്സ് വഴിയാണ് ഇവർ ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് അറ്റ് എ ടൈം ഒരു കുട്ടിക്ക് ഒരു കോളേജ് മാത്രമായിരിക്കും അലോട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മൾ കോളേജ് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രയോറിറ്റിയോടുകൂടി, ഇപ്പം മൈനോറിറ്റി പ്രയോറിറ്റി കിട്ടുന്നവരാണെങ്കിൽ ആ ഒരു പ്രയോറിറ്റി കിട്ടുന്ന ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സെൻട്രലൈസ്ഡ് പ്രോസസ്സ് വഴിയായിരിക്കും ഈ ഒരു PNC MACന്റെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. നമ്മൾ ഈ ഒരു PNC MACന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു വെബ്സൈറ്റിലൂടെ നമുക്കൊരു ചെറിയ ഡെമോ ആയിട്ട് നമുക്കൊന്ന് കാണാം. കൂട്ടുകാർ, ഇതാണ് PNC MACന്റെ വെബ്സൈറ്റ്. ഈ PNC MACന്റെ വെബ്സൈറ്റ് നിങ്ങൾ കണ്ടല്ലോ, PNCMAC.in. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് നമ്മുടെ ആ ഒരു ഹോം പേജിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ട് കാണും. പ്രോസ്പെക്ടസ് ഉണ്ട്. ഈ പ്രോസ്പെക്ടസിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോസ്പെക്ടസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോസ്പെക്ടസ് കുറേയേറെ പേജുകളുണ്ട്. അതിൽ ഏതൊക്കെ കോളേജുകളാണുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ, അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്, ഡേറ്റ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇനി ഒരു ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹോം പേജിൽ BSc നഴ്സിംഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് ഇതുപോലൊരു ഒരു രജിസ്ട്രേഷൻ ഫോമിലേക്കായിരിക്കും. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കൻ്റെ പേര്, ഹൗസ് നെയിം, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, പാസ്വേഡ്. അത് തന്നെ നല്ലൊരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് ഇട്ട് കൺഫേം ചെയ്യുക. പാസ്വേഡ് നമ്മൾ ഓർത്ത് വെക്കണം. അതുകൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് റിലീജിയനും കാസ്റ്റും. കാരണം കാസ്റ്റ് ആൻഡ് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റീസിന് പല പ്രിഫറൻസുകൾ PNC MACലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാസ്റ്റ് കൃത്യമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴും അത് സേവ് ചെയ്തിട്ട് വേണം അടുത്തൊരു
പേജിലേക്ക് പോകാനായിട്ട് കൃത്യമായിട്ട് ഈ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് PNC മാക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന 10 കോളേജുകളാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, 10 കോളേജുകളാണ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഈ 10 കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ യുക്തിപരമായിട്ട് ഒന്ന് ചിന്തിച്ച് ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ കമ്മ്യൂണിറ്റി പ്രിഫറൻസ് ഉള്ളവരാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി പ്രിഫറൻസ് ഉള്ള 10 കോളേജുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷമേ മറ്റു പോകാവൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രിഫറൻസ് വെച്ച് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം മനസ്സിലാക്കി വേണം ഈ ഒരു PNC മാക്കിന് വേണ്ടി നമ്മൾ തയ്യാറാകാനായിട്ട്. ഇനി ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മൾ സേവ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. ലാസ്റ്റ് നമുക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ട ഏരിയയാണ്. അവിടെ നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ സിഗ്നേച്ചർ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഈ PNC മാക്കിന്റെ വെബ്സൈറ്റിൽ നമുക്ക് പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസ്പെക്ടസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപറ്റി കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഈ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ റൈസ് ടു ആറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. റൈസ് ടു ആറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നു, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ. ഇപ്പോൾ സീറ്റ് കിട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ ഒരു കോളേജിൽ നിങ്ങൾ സീറ്റ് ഉറപ്പിക്കേണ്ടത് ഈ ഒരു PNC മാക്കിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി 10,000 രൂപ നിങ്ങൾ അടയ്ക്കണം. 10,000 രൂപ അടച്ച് സീറ്റ് കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾ സഹകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് PNC മാക്ക് കൺഫേം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു ടോക്കൺ ഫീസ് 10,000 രൂപ നിങ്ങൾ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അവിടെ കൊണ്ട് തീർന്നു. ഈ ഒരു കുട്ടി ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിൽ തുടർന്ന് പങ്കെടുക്കുന്നില്ല എന്നാണ് PNC മാക്ക് അതോറിറ്റീസ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ കംപ്ലൈ ചെയ്ത് അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. PNC മാക്കിൽ എത്ര കോളേജുകളാണ് ഓരോ ജില്ലയിലും ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ഇനി കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ട്രിവാൻഡ്രം ജില്ലയിലേക്ക് വരാം. തിരുവനന്തപുരത്ത് 11 കോളേജുകളാണ് PNC മാക്കിന്റെ അണ്ടറിലുള്ളത്. അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, അവിടെ 30 സീറ്റ് ഉണ്ട്. കിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 50 സീറ്റ് ഉണ്ട്. നൈറ്റിംഗൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ 30 സീറ്റ്. നിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 43 സീറ്റ്. PRS കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, അവിടെ 40 സീറ്റ്. റുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 സീറ്റ്. സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗിൽ 30 സീറ്റ്. ശിവഗിരി SN മെഡിക്കൽ കോളേജിൽ 35 സീറ്റ്. SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിൽ 20 സീറ്റ്. ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജിൽ 50 സീറ്റ്. ശ്രീ സാരദ കോളേജ് ഓഫ് നഴ്സിംഗിൽ 20 സീറ്റ്. ഇങ്ങനെ 11 കോളേജുകളാണ് ട്രിവാൻഡ്രത്ത് PNC മാക്കിന്റെ അണ്ടറിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണമാണ് കേട്ടോ, ടോട്ടൽ സീറ്റുകളുടെ എണ്ണമല്ല. PNC മാക്ക് ത്രൂ അവർ കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെന്റ് നടത്തുന്ന മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ കണ്ട ട്രിവാൻഡ്രത്ത് 11 കോളേജുകളിൽ ഒരു കോളേജിനും മൈനോറിറ്റി എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഇല്ല. എല്ലാം ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും അവരുടെ മാനേജ്മെന്റ് സീറ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്ത് പോകുന്നത്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് 4 കോളേജിലാണുള്ളത്. അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്. ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗിൽ, ട്രാവൻകൂർ മെഡിസിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ്, അവിടെ 35 മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്. ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗിൽ 37. VNSS കോളേജ് ഓഫ് നഴ്സിംഗിൽ 30 സീറ്റ്. ഇങ്ങനെ 4 കോളേജുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. ഇതിൽ തന്നെ അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗിലും ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗിലും സീറ്റുകൾ മൈനോറിറ്റി എലിജിബിലിറ്റി സീറ്റുകളുണ്ട്. ആ മൈനോറിറ്റി എലിജിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു മുസ്ലിം മൈനോറിറ്റീസിനാണ് അവിടെ എലിജിബിലിറ്റി ഉള്ളത്, അസീസിയ കോളേജിലും ട്രാവൻകൂർ മെഡിസിറ്റിയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം മൈനോറിറ്റീസിൽ പെട്ടവർ ഈ കോളേജസിന് പ്രയോറിറ്റി നൽകി അവരുടെ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ 3 കോളേജുകളാണുള്ളത്. ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, അതുകൂടാതെ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഈ 3 കോളേജുകളിൽ ഹിന്ദുസ്ഥാനിൽ 50 സീറ്റ്, ജോസ്കോയിൽ 30 സീറ്റ്, സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് 25 സീറ്റാണ് മാനേജ്മെന്റ് സീറ്റായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് പ്രാതിനിധ്യം നൽകുന്ന ഒരു കോളേജാണ്. അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റീസിൽപ്പെട്ടവർ അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജോസ്കോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് നൽകുക. അപ്പോൾ അവർക്ക് ഒരു പ്രയോറിറ്റി അനുസരിച്ച് തന്നെ ആ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ഒരു വിമൻസ് കോളേജാണ്, ലേഡീസിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു വേണം നമ്മൾ നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടുത്ത് നമ്മൾ വരാനായിട്ട് പോകുന്ന പത്തനംതിട്ട ജില്ലയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ 3 കോളേജുകളാണ് PNC മാക്കിന്റെ അണ്ടറിലുള്ളത്. അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, അവിടെ 30 സീറ്റാണുള്ളത്. ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗിൽ 20 സീറ്റ്. തിരുവല്ല മെഡിക്കൽ മിഷന്റെ TMM അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗിൽ 33 സീറ്റ്. ഇങ്ങനെയാണ് PNC മാക്കിന്റെ അണ്ടറിൽ വരുന്ന സീറ്റുകൾ വരുന്നത്. ഇതിൽ തന്നെ തിരുവല്ല മെഡിക്കൽ മിഷൻ അണ്ടറിലുള്ള TMM കോളേജ് ഓഫ് നഴ്സിംഗിൽ ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് എലിജിബിൾ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻസ് ഈ ഒരു കോളേജ് കൺസിഡർ ചെയ്ത് ആപ്ലിക്കേഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ വരുന്നത് കോട്ടയം ജില്ലയിലേക്കാണ്. കോട്ടയം ജില്ലയിൽ ഒരൊറ്റ കോളേജ് മാത്രമേ PNC മാക്കിന് അണ്ടറിലുള്ളൂ, അതായത് വേളാങ്കണ്ണി മാത കോളേജ് ഓഫ് നഴ്സിംഗ്. വേളാങ്കണ്ണി മാത കോളേജ് ഓഫ് നഴ്സിംഗ് നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാരിത്താസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അണ്ടറിലുള്ള ഒരു കോളേജാണ്.
ഇപ്പോൾ ആ കോളേജ് കാരിത്താസ് മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ട് 2 വർഷമായുള്ളൂ. കാരിത്താസ് മാതാ ഹോസ്പിറ്റലുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരിത്താസിന്റെ ക്യാമ്പസിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഈ കോളേജും ഉള്ളത്. അവിടെ ഏകദേശം 20 സീറ്റുകളാണ് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗിൽ മാനേജ്മെന്റ് സീറ്റായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ വരാനായിട്ട് പോകുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. എറണാകുളം ജില്ലയിൽ 4 കോളേജുകളാണുള്ളത്. എറണാകുളം ജില്ലയിൽ ഫസ്റ്റ് കോളേജ് ലൈലാക് കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂരാണ്. അടുത്തത് മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, അവിടെ 40 സീറ്റുണ്ട്. നജാത്ത് കോളേജ് ഓഫ് നഴ്സിംഗിൽ 20 സീറ്റുണ്ട്. ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 സീറ്റാണ് മാനേജ്മെന്റിലുള്ളത്. ഈ എല്ലാ കോളേജുകളും, ഈ 4 കോളേജുകളിലും ഒരു എല്ലാ ഈക്വൽ വെയിറ്റേജ് ആണ് അവര് എല്ലാ നൽകുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി സ്റ്റാറ്റസിന് പ്രയോറിറ്റി സീറ്റുകളൊന്നും തന്നെ ഇവിടെ ഉള്ളതല്ല. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ 4 കോളേജുകളാണുള്ളത്. തൃശ്ശൂർ ആദ്യത്തെ കോളേജ് അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് നടത്തറയിലുള്ളത്. 40 സീറ്റാണ് മാനേജ്മെന്റിനുള്ളത്. എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൂർക്കഞ്ചേരിയിൽ 20 സീറ്റും, മദർ കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ 30 സീറ്റും, വെസ്റ്റ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 35 സീറ്റുമാണുള്ളത്. ഈ 4 കോളേജുകളും പ്രത്യേകിച്ച് മൈനോറിറ്റീസിന് പ്രയോറിറ്റി നൽകുന്ന സീറ്റുകൾ അവിടെ ഉള്ളതല്ല, അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ജനറൽ ഒരു കാറ്റഗറിക്ക് ആയിരിക്കും, എല്ലാ കാറ്റഗറീസിനും ഈക്വൽ പ്രയോറിറ്റി ആയിരിക്കും ലഭിക്കുന്നത്. അടുത്ത് നമ്മൾ വരുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് ജില്ലയിൽ 4 കോളേജുകളാണുള്ളത്. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കോളേജ് ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അത് പാലക്കാടാണ്, ആലത്തൂരാണുള്ളത്. രണ്ടാമത് കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് ആണുള്ളത്. കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് കരുണ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനാണുള്ളത്. ഇവിടെ മുസ്ലിം മൈനോറിറ്റീസിന് പ്രയോറിറ്റി ഉണ്ട്. ടോട്ടൽ സീറ്റ് വരുന്നത് 30 സീറ്റാണ്. അടുത്തത് കേരള കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, ചെർപ്പുളശ്ശേരിയിൽ. ഇവിടെ ഇതൊരു പുതിയ കോളേജാണ്, PNC മാക്കിലേക്ക് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന കോളേജാണ്. ഇവിടെ ഈ ഒരു കോളേജിൽ 30 സീറ്റാണുള്ളത്. ഇനി അടുത്ത 7th ഡേ അഡ്വന്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കന്യാപുരത്ത്, അവിടെ 20 സീറ്റാണ് മാനേജ്മെന്റ് അണ്ടറിൽ വരുന്നത്. അടുത്ത് നമ്മൾ മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിൽ 3 കോളേജുകളാണുള്ളത്. മലപ്പുറം ജില്ലയിലെ അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് 30 സീറ്റുണ്ട്. അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗിൽ 37 സീറ്റ്. അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് മുസ്ലിം കമ്മ്യൂണിറ്റീസിന് കൃത്യമായിട്ട് അവർ എലിജിബിൾ മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകി മൈനോറിറ്റീസിന് സീറ്റിന്റെ കാര്യത്തിൽ പ്രാധാന്യം നൽകുന്ന കോളേജാണ്. MES കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട് മലപ്പുറത്ത്. MES കോളേജിലും മുസ്ലിം മൈനോറിറ്റീസിന് കൃത്യമായ എലിജിബിൾ മൈനോറിറ്റി അനുസരിച്ച് ആ ഒരു സ്റ്റാറ്റസ് പ്രകാരം ചില സീറ്റുകൾ അവർക്ക് വേണ്ടി നൽകിയിരിക്കുന്ന, പ്രയോറിറ്റി നൽകുന്ന ഒരു കോളേജാണ്. നമ്മൾ അടുത്ത് വരുന്ന കോഴിക്കോടാണ്. കോഴിക്കോടേക്ക് നമ്മൾ വരുമ്പോഴേക്കും കോഴിക്കോട് നമുക്ക് നിലവിൽ 4 കോളേജുകളാണുള്ളത്. നാഷണൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട് എലത്തൂര്, അവിടെ 25 സീറ്റാണ് മാനേജ്മെന്റ് അണ്ടറിലുള്ളത്. PVS കോളേജ് ഓഫ് നഴ്സിംഗിൽ 30 സീറ്റും, റെഡ് ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 സീറ്റും, ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 സീറ്റുമാണുള്ളത്. അങ്ങനെ മൊത്തം 4 കോളേജുകളാണുള്ളത്. പക്ഷേ ഈ 4 കോളേജുകളിലൊന്നിലും പ്രത്യേകിച്ച് മൈനോറിറ്റീസിനൊന്നും ഡെസിഗ്നേഷൻസ് ഒന്നും നൽകിയിട്ടില്ല. എല്ലാവർക്കും ഈക്വൽ ഒരു വെയിറ്റേജ് ആണ് നൽകുന്നത്. അങ്ങനെ കുറച്ച് സീറ്റുകളും ഇന്ന മൈനോറിറ്റിക്ക് വേണ്ടി റിസർവേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് വയനാടാണ്. വയനാട് ഒരൊറ്റ കോളേജ് മാത്രമാണ് വയനാട് ജില്ലയിൽ ഈ ഒരു PNC മാക്കിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന വിനായക കോളേജ് ഓഫ് നഴ്സിംഗ് സുൽത്താൻ ബത്തേരി, അവിടെ 25 സീറ്റാണ് മാനേജ്മെന്റ് കോട്ടയിലുള്ളത്. നമ്മൾ അടുത്തത് കണ്ണൂരേക്ക് എത്തി. കണ്ണൂര് നമുക്ക് 5 കോളേജുകളാണുള്ളത്. ഫസ്റ്റ് കണ്ണൂർ മെഡിക്കൽ കോളേജ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ കോളേജ് ഓഫ് നഴ്സിംഗ് PNC മാക്കിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. അവിടെ 25 സീറ്റാണുള്ളത്. അവിടെ മുസ്ലിം മൈനോറിറ്റിക്ക് പ്രയോറിറ്റി ഉണ്ട് കുറച്ച് സീറ്റുകൾക്ക്. ഇനി അടുത്ത ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് രാമപുരം ഉണ്ട് പയങ്ങാടിയിൽ. നമുക്ക് 2 ക്രസന്റ് കോളേജുകളുണ്ട് കേട്ടോ. 2 ക്രസന്റ് കോളേജ് ഉണ്ട്, അതിൽ തന്നെ ഒരു റെഡ് ക്രസന്റ് കോളേജ് ഉണ്ട്. അങ്ങനെ 3 ക്രസന്റ് വെച്ചുള്ള 3 കോളേജുകളുണ്ട്. അപ്പോൾ ഈ ക്രസന്റ് കോളേജ് വരുന്നത് കണ്ണൂരാണ്, പയങ്ങാടിയിലാണ്. അവിടെ 30 സീറ്റാണുള്ളത്. ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട് കക്കാട്, അവിടെ 30 സീറ്റുണ്ട്. കോയിലി കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 സീറ്റുണ്ട്. ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ തളിപ്പറമ്പിലാണ്, അവിടെ 30 സീറ്റാണുള്ളത്. എറണാകുളത്തെ ലൂർദ് അല്ല, ഇത് കണ്ണൂരുള്ള ലൂർദാണ്, കൺഫ്യൂസ്ഡ് ആകരുത്. അപ്പൊ അങ്ങനെ കണ്ണൂർ മൊത്തം 5 കോളേജുകളാണുള്ളത്. കണ്ണൂരെ കോളേജുകളിൽ ഈ പറഞ്ഞ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മുസ്ലിം മൈനോറിറ്റീസിന് പ്രാതിനിധ്യമുണ്ട്. ഇങ്ങനെയാണ് കണ്ണൂരെ PNC മാക്കിന്റെ കോളേജുകൾ വരുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കാസർഗോഡേക്കാണ് വരുന്നത്. കാസർഗോഡ് 2 കോളേജിലാണുള്ളത്. ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ലക്ഷ്മി മേഘൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അണ്ടറിലുള്ള ഈ ഒരു കോളേജിൽ 38 മാനേജ്മെന്റ് സീറ്റും, മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗിൽ 25 സീറ്റുമാണ് കാസർഗോഡ് ഉള്ളത്. മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗിൽ മുസ്ലിം കമ്മ്യൂണിറ്റീസിന് അവരൊരു പ്രയോറിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് PNC മാക്കിന് അണ്ടറിൽ വരുന്ന കോളേജുകൾ. ഇതിൽ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഏതൊക്കെ കോളേജിന് പ്രയോറിറ്റി എന്നുള്ള ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റൈസ് ടു ആറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ജില്ല തിരിച്ചിട്ടുള്ളത്. PNC മാക്കിന് അണ്ടറിലുള്ള എല്ലാ കോളേജിലും തന്നെ അവരുടെ ടോട്ടൽ സീറ്റിന്റെ 15% NRI കോട്ടയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ NRI കോട്ടയ്ക്ക് ഒരുപാട് സാധ്യതകൾ PNC മാക്കിനുണ്ട്. NRI കോട്ടയുടെ അലോട്ട്മെന്റും അഡ്മിഷൻസും ഈ ഒരു PNC മാക്കിന്റെ വെബ്സൈറ്റ് ത്രൂ അല്ല നടക്കുന്നത്. അത് ഡയറക്റ്റ് കോളേജുകളാണ് ആ ഒരു അഡ്മിഷൻ ലിസ്റ്റും അതിന്റെ അലോട്ട്മെന്റ് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ഡയറക്റ്റ് കോളേജുകളാണ്. അതുകൊണ്ട് തന്നെ കോളേജുകളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, കോളേജുകളുമായിട്ട് സംസാരിച്ച് NRI സീറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക.
ഇപ്പൊ NRI സീറ്റിന്റെ സ്പോൺസർ അഫിഡവിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്പോൺസർ അഫിഡവിറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിൽ എൻഡ് ടു എൻഡ് സപ്പോർട്ടുമായിട്ട് റൈസ് ടു വാറൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ്, ഈ റാങ്ക് ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റ് ഇവാലുവേഷൻസ്, ടൈം ടു ടൈം അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കഴിയുന്ന രീതിയിലെല്ലാം ഇവരെല്ലാം നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഗൈഡൻസ് കാര്യങ്ങൾ, നമ്മൾ ഇതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾ നഴ്സിംഗ് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് വരിക. ഒരു നഴ്സിംഗ് ഫ്രട്ടേണിറ്റിക്ക് അഭിമാനമായ രീതിയിൽ റൈസ് ടു വാറനിലൂടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സഹായത്തോടെ വരുന്നു എന്ന് കാണാനായിട്ടുള്ള സന്തോഷമാണ് നമുക്കുള്ളത്. സോ കീപ് ഇൻ ടച്ച്. വി വിൽ ബി ദെയർ ഇൻ യുവർ ജേർണി ടുവേർഡ്സ് എക്സലൻസ്. ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിൽ മുഴുവൻ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. സോ സി യു, ബൈ.